കാർത്തിക് സുബരാജ്. സോ റെട്രോനെ പറ്റിയിട്ടല്ല പറയാനുള്ളത്. നമ്മുടെ കാർത്തിക് സുബരാജ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പെരിസ്. നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ വൈഭവ് റെഡ്ഡി നായകനായിട്ടുള്ള സിനിമയാണ്. സോ വൈഭവ് റെഡ്ഡി ആരാണെന്ന് അറിയാത്തവർക്ക് ഗോട്ടില് നമ്മുടെ ഇളയ തളപതി വിജയ് ഇല്ലേ, ആളുടെ കൂട്ടുകാരനായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ വൈഭവ് റെഡ്ഡി. സോ ആളുടെ കുറെ സിനിമകളും സീരീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഇടയ്ക്ക് ഋതിക സിംഗിന്റെ ഒപ്പം ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ മെയ്യാതെ മാനാണ്. പിന്നെ സിക്സർ പറഞ്ഞിട്ടൊരു പടമുണ്ട്, അതേപോലെ ലോക്കപ്പ് പറഞ്ഞിട്ടൊരു പടമുണ്ട്, രണം. ഇതൊക്കെ എനിക്ക് ആളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ ഈ സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം കുറെ പേരും ഒരാൾ മരിച്ചിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്നത് മാത്രമേ കാണാനുള്ളൂ. പക്ഷെ അവർ റേറ്റഡ് കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ വയലൻസ് സീൻസ് ഒന്നും ഇല്ലാന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ ന്യൂഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തുകൊണ്ട് റേറ്റഡ്, അതായിരുന്നു ക്വസ്റ്റ്യൻ മാർക്ക്. അത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരൊറ്റ മനുഷ്യന് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എവിടുന്നടെ വരുന്നതെന്ന് നമ്മൾ ആലോചിക്കും. ഇങ്ങനത്തെ കഥകളൊക്കെ സൂപ്പർ ഫൺ അങ്ങനെ പറയുവാണെങ്കിൽ. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ഫാമിലിയെ കാണിക്കുന്നത്. വൈഭവ് റെഡ്ഡി, ആളുടെ ഏട്ടൻ, അച്ഛൻ, അമ്മ, അവരുടെ ഭാര്യമാരൊക്കെ താമസിക്കുന്നുണ്ട്. പെട്ടെന്ന് ആളുടെ അച്ഛൻ മരിക്കുന്നുണ്ട്. സോ പിന്നെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണേണ്ട ആവശ്യമില്ല. ഒരൊറ്റ മനുഷ്യനെ അത് പ്രെഡിക്റ്റ് ചെയ്യില്ല. നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവുന്നത്. ഇവർക്കാണെന്ന് വെച്ചാൽ എല്ലാവരും വിളിക്കണമെന്നുണ്ട്, പക്ഷെ വിളിക്കാൻ പറ്റില്ല ഈ ഒരു കാര്യം കാരണം. അവരാണെന്ന് വെച്ചാൽ കയറി വരികയും ചെയ്യും. പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. എനിക്ക് പേഴ്സണലി ഈ 2 മണിക്കൂർ ഒരു സൂപ്പർ ഫൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. നമ്മുടെ ടുവേർഡ്സ് ക്ലൈമാക്സ് ദിലീപ് ഏട്ടന്റെ വെട്ടം ആ സിനിമയിലുള്ള കുറച്ച് സീൻസ് പോലെയൊക്കെ തോന്നും. സോ ഈ സിനിമയുടെ പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ സുരാജ് ഏട്ടന്റെ ഒരു പടമില്ല, ഈ ചക്കയുടെ ഒക്കെ ആയിട്ട് എന്തോ ഒരു കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, അതിന്റെ ഒരു സിമിലർ പ്ലോട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ഈ സിനിമയിലും കുറച്ച് ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ വെറുപ്പിക്കലൊന്നുമില്ല. ചില സിനിമയിലാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞ പോലെ തോന്നും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. നല്ല രസത്തിൽ കണ്ടിരിക്കുക. ട്രൈ ഇറ്റ് ഔട്ട്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഒരു പടം ഇഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഗ്യാരണ്ടി വാറണ്ടി കാർഡൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാത്തവർക്ക് ഈ പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എന്റെ ഒപ്പീനിയൻ ഒക്കെ സെക്കൻഡറി ആണ്. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. സോ കണ്ടു നോക്കുക പ്ലീസ്.